ശോഭ സുരേന്ദ്രൻ പണി തുടങ്ങി. KC വേണുഗോപാൽ അല്ല, ബിനാമി വേണുഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ബിനാമി വേണുഗോപാലാണെന്ന ആരോപണവുമായി NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. ബിനാമി ഇടപാടിലൂടെ വേണുഗോപാൽ 1000 കോടിയോളം രൂപ സമ്പാദിച്ചെന്നായിരുന്നു ശോഭയുടെ ആരോപണം. രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് KC വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ ആരോപിച്ചത്. കിഷോറാം ഓലയും KC വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നുമുണ്ട്. കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുമുണ്ട്. അതിലുൾപ്പെട്ട ഒരു ചെറിയ കണ്ണി മാത്രമാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. KC വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു. ആ പിടി വിട്ടുപോകാതിരിക്കുവാനാണ് ഇദ്ദേഹം ആലപ്പുഴയിൽ ശക്തമായി പിടിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് ശോഭ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഈ ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വിജയസാധ്യത കുറഞ്ഞ 2 സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്ന് സർവേയിൽ പറയുന്നു. ആ 2 പേരാണ് ആലപ്പുഴയിലെ KC വേണുഗോപാലും മാവേലിക്കരയിലെ നിത്യ പിന്നോക്ക സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എന്ന തീവട്ടിയും. രാഹുൽ ഗാന്ധിയെ പോലും പിഴപ്പിക്കുന്ന KCയുടെ അണ്ടർഗ്രൗണ്ട് പണികളെക്കുറിച്ചും കരിമണൽ ഇടപാടുകളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ ITV ന്യൂസിൽ ഉടൻ വരുന്നതാണ്. മുഖം രക്ഷിക്കുവാൻ മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ KC വേണുഗോപാൽ ശോഭ സുരേന്ദ്രനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞു. ക്രിമിനൽ മാനനഷ്ട കേസാണ് BJP സ്ഥാനാർത്ഥിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് വേണുഗോപാൽ കേസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ശോഭ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാൻ KC കിടന്ന് പെടാപ്പാടുപെടും. കേസും പിൻവലിച്ചോടും. ആലപ്പുഴയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജനപിന്തുണയുള്ളത് ശോഭ സുരേന്ദ്രനാണ്. അത് വോട്ടായി മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.